ശിർക്ക് പോലെ ഗൗരവമാണ് ശിർക്ക് ആരോപണം. അവൻ ശിർക്ക് ചെയ്യുന്നതാണ്, അയാൾ മുശ്രിക്കാണ്, ഇയാൾ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്, അവൻ ശിർക്കിന്റെ ആളാണ് എന്ന് ഒരാളെ പറ്റി ആരോപിക്കുന്നത് നബി തങ്ങൾ പറഞ്ഞു, രണ്ടിൽ ഒരാളിലേക്ക് അത് മടങ്ങാതിരിക്കില്ല. പറഞ്ഞവൻ അതില്ലെങ്കിൽ ആരോപിച്ചവനിലേക്ക് തിരിച്ചു വരുമെന്നാണ്. ആണെന്ന് വാദിച്ചാൽ അവരെ കൊണ്ടുപോയിട്ട് കാഫിറാക്കുന്ന മുശ്രിക്കാക്കുന്ന നിങ്ങളാണ്. അവർക്ക് ഇല്ലാത്ത വാദം, ഇമാം ഷാഫിക്ക് ഇല്ലാത്ത വാദം ഷാഫിയുടെ പേരിൽ കെട്ടിവെച്ചിട്ട് അദ്ദേഹത്തിനെ കാഫിറാക്കണ്ട. അഹമ്മദ് ബിൻ ഹംബൽ കേൾക്കാത്തതോ അറിയാത്തതോ അദ്ദേഹത്തിന്റെ പേരിൽ വെച്ച് കെട്ടിയിട്ട് അദ്ദേഹത്തിനെ കാഫിറാക്കരുത്. അത് ലോകത്ത് ആദ്യമായി പഠിപ്പിച്ചത് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഈ ശിർക്കിന്റെ കൂടാരമാണ് എന്ന് പറയാൻ അത് തിരുത്താത്ത കാലഘട്ടത്തോളം മുജാഹിദുകൾക്ക് മടിയില്ല കേട്ടോ, മടിയില്ല. എന്ന ആളുകൾ ശിർക്കിന്റെ പിന്നാലെ പോയെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ആരോപണമാണ്. വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, സഹിക്കാനാവാത്ത വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. നാഥനോട് നമ്മൾ ദുആ ചെയ്യുക. സങ്കടം എന്താ അറിയോ? ഒരു ഐക്യ നാടകം നടന്നല്ലോ. ആ നാടകത്തിൽ ഒറ്റുകാരുടെ വേഷത്തിൽ നന്നായി അഭിനയിച്ചിരിക്കുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട്. അവരുടെയും അവസ്ഥ എന്താ? അവര് ഈ പറയുന്ന ശിർക്കും കുഫറൊന്നും അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് സ്വകാര്യമായിട്ട്. പക്ഷെ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഷിർക്കിന്റെ പ്ലാറ്റ്ഫോമാ, അന്ധവിശ്വാസങ്ങളുടെ പ്ലാറ്റ്ഫോമാ. എങ്ങനെയാ? 5 നേരത്തെ നമസ്കാര വേളകളിൽ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞങ്ങൾ മുശ്രിക്കുകളുടെ കൂടെയല്ല, ഞങ്ങൾ മുശ്രിക്കുകളിൽപ്പെട്ടവരല്ല, ഞങ്ങളുടെ കൂടെ ശിർക്ക് ചെയ്യുന്നവരോ ശിർക്കൻ വിശ്വാസമുള്ളവരോ ഇല്ല, ഞങ്ങൾ അങ്ങനെയുള്ള ആരുടെയും കൂടെയല്ല എന്ന് പറയാൻ എന്ത് അർഹത അവർക്കുള്ളത്? ഇവിടെ KNM നേതാക്കന്മാർ ഇന്ന് വരെ തിരുത്തിയിട്ടില്ലാത്ത വാദാണ്. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവരും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും സംഭവിക്കുന്നു. അതാണ് അടിസ്ഥാനം. അതിലാണ് വരേണ്ടത് നമ്മൾ. ആ സിഹറും അങ്ങനെ മലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ച ശിർക്കാണ് എന്ന വിശ്വാസം വിശുദ്ധ ഖുർആനിനെതിരാണ്. അത് ഇന്നത്തെ KNM-നുണ്ടെങ്കിൽ KNM തിരുത്തണം. അതാണ് പനസ് മുസ്ലിയാർക്ക് പറ്റിയത്. ഇപ്പൊ ലാസ്റ്റ് മൂപ്പര് പറഞ്ഞു ജിന്ന അഭൗതികനാണ്, ഇവിടെ സഹായം അഭൗതികമാണ്, അഭൗതിക സഹായമൊക്കെ കിട്ടും, അപ്പൊ ശിർക്ക് പോയി പെട്ടു. അതാണ് വസിയത്തു ശിർക്ക്, ശിർക്കിലേക്കുള്ള വഴി. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നബി ആരായി? സലാം സല്ലമിന്റെ വാദപ്രകാരം ശിർക്ക് ചെയ്ത ആളായി. സ്വഹാബികളാരായി? മലക്ക് സഹായിക്കുന്ന വിശ്വസിക്കുകയും മുശ്രിക്കുകളായി. ഇനി ആലോചിച്ചോളി നിങ്ങൾ, മടവൂർ വിഭാഗത്തെ നമ്മൾ കൃത്യമായി കണ്ട് മാറ്റിവെക്കണം. അള്ളാഹുവിന്റെ ശത്രു സമൂഹമാണ്. ഇങ്ങനെ സ്ക്രീൻ ചെയ്ത് ലിസ്റ്റിൽ ആളെടുത്തിട്ട് വോട്ടെടുപ്പ് നടത്തിയിട്ട് ശിർക്കും തൗഹീദും തീരുമാനിക്കല. ജമാഅത്തെ ഇസ്ലാമിന്റെ ശൂറന്റെ അതേ അവസ്ഥയപ്പുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയാണല്ലോ, ശിർക്ക് 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 എന്ന് കുറെ കാലം പറഞ്ഞു. അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം വോട്ടിനിട്ടു. 35-നെതിരെ 40 വോട്ടുകൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലേ? അങ്ങനെയാണല്ലോ. അങ്ങനെ അവരെ ശൂറാക്കാൻ പറ്റുന്ന ക്രിസ്തീയ സുന്നഹദോസുകളെ പോലെ ഹറാം ഹലാലാക്കും, ഹലാൽ ഹറാമാക്കും. അതൊക്കെ പറഞ്ഞവരല്ലേ നമ്മൾ. ഇനി നമുക്കത് പറയാൻ പറ്റുമോ? അത് പറഞ്ഞ് ബഹുമാന്യനായ TP എന്ന് അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങോട്ട് പറയുന്നു, നിങ്ങളിൽ ശിർക്കുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോ ഈ പറയുന്ന വിസ്ഡം പണ്ഡിത സഭാംഗവും ഇപ്പൊ പറയുന്നത് എന്താ? അത് നമ്മളെന്തോ ഇതിന്റെ പുറകെ കൂടിയത് എന്താണ്? ഞങ്ങൾ കൂടിയതല്ല, നിങ്ങൾ ചെയ്ത കുഫ്രാണത്. എടാ, മക്കളെ കൊണ്ട് നിങ്ങൾ ചെയ്ത കുഫ്രാണത്. അപ്പൊ ആലോചിച്ച് നോക്ക്, ഇവരുടെ തൗഹീദ് എവിടെയാണ്? ഈ വിസ്ഡം ടീമിന്റെ ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ നടക്കുന്ന നല്ല നല്ല അനുയായികളുണ്ട്. സാധുക്കൾ വിചാരിച്ചത് ഇവരുടെ ഈ താടിയും രൂപഭാവങ്ങളൊക്കെ കാണുമ്പോ ഇവരെന്നെയാണ് ഈ മങ്ങനൊറ്റു പോവുകയല്ലേ. അല്ല, തൗഹീദിൽ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പഠിപ്പിച്ചതിൽ നിന്ന് ബഹുദൂരം ഇവർ അകന്നു പോയിട്ടുണ്ട്. ഏറ്റവും വലിയ സങ്കടം, ഇതേ പള്ളിയിലും പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മളുടെ കൂടെ ഒന്നിച്ചു നിന്ന നമ്മുടെ സുഹൃത്തുക്കൾ, അവര് ഇത്തരം വാദഗതികളിൽ തെറ്റായ ചില രീതികൾ ഉപയോഗിച്ചപ്പോൾ ശിർക്ക് അവരിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. ചില ആളുകൾ പറയുന്നു, നേരത്തെ ഇവിടെ സലീം സുല്ലമി സൂചിപ്പിച്ചതുപോലെ ഇനി മുജാഹിദുകൾക്ക് തൗഹീദ് പറയാൻ കഴിയുകയില്ല എന്ന്, ഇനി മുജാഹിദുകൾക്ക് ഇവിടെ തൗഹീദ് പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല എന്ന്. ഈ മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലാണ് എന്നാണ് പറയുന്നത്. ഹുസൈൻ മടവൂരിനെ പോലെ, സലാഹുദ്ദീൻ മദനിയെ പോലെ ഈ പ്രസ്ഥാനത്തിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മർക്കസ് ദഅ്വ വിഭാഗത്തിൽ പ്രവർത്തിക്കുകയും ഐക്യത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെ വ്യക്തിപരമായി തേജോവധം ചെയ്യുവാനും അവർക്കെതിരെ ദീർഘമായ എപ്പിസോഡുകൾ പുറത്തിറക്കുവാനുമാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNM-കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ
നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് കേന്നമുകാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. 2012 വരെ ശിർക്കല്ല എന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ ശിർക്കാണ് എന്ന് പറയണം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അവനെ പുറത്താക്കുന്നതാണ്. ഇമാം അഹ്മദ് ഹംബലി സഹിയാണെന്ന് കണ്ട അമലി ചെയ്തിട്ടുണ്ടല്ലോ, മുപ്പര് മുശ്രിക്ക എന്ന് ഹനീഫ് ക പറഞ്ഞ പോലെ പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇത് ഫൈസൽ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ്. തൗഹീദിന് വിരുദ്ധമായ നിരവധി സംഗതികൾ കുത്തി നിറച്ച ഒരു പുസ്തകമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന അടിസ്ഥാന ആശയങ്ങൾക്കെതിരെ രചിച്ച ഒരു പുസ്തകമാണിത്. ആധികാരികമായിട്ട് പറയുന്നത്. എന്നെ ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് വരൂ. KJUവിന്റെയും KNMന്റെയും അനുവാദത്തോടെ മുവഹിദുകൾക്ക് നേരെ ശിർക്ക് ആരോപിക്കാൻ ഇന്ന് രംഗത്ത് വന്ന ഒരു നിർമ്മാതാവുണ്ട്, ഒരു പ്രൊഡ്യൂസറുണ്ട്. സുല്ലമി എന്ന പേരിൽ കേരളത്തിന്റെ മുക്കുമൂലകളിൽ അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ വാദം? മുജാഹിദുകളിൽ ഒരു വിഭാഗം ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ പറയുന്നത് എന്താ? ജബ്ബാർ മൗലവി ശിർക്കിലേക്ക് നയിച്ചു. ഈ കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള സംഘടനയുടെ വിശദീകരണത്തിൽ ചെറിയ മുണ്ടമാണ് ഈ ശിർക്കിന്റെ വാതിൽ തുറന്നതെന്നാണ്. വിഷ്ണൻ ടീം ജിന്നുകളുടെയും മലക്കുകളുടെയും പിന്നാലെ പോയി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശിർക്കും കുഫറും സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. ഇപ്പൊ ഇവിടുത്തെ ഈ പനസ്മുസ എന്താ പറഞ്ഞത്? ജിന്നുകൾ വേച്ചമാരി മോശക്കാരൊന്നല്ല, ജിന്ന അഭൗതികമാണ്, അഭൗതികമായി സഹായിക്കും എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ നിലവാരത്തിലേക്ക് ജിന്നിനെ കൊണ്ടുപോയി അവരോധിച്ചു. അതിന് ശിർക്ക്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിൽ സ്ഥിരത വരുത്താതെ ഭൂമി ലോകത്ത് നിങ്ങൾ ഇവിടെ എത്ര ഡാൻസ് കളിച്ചാലും അല്ലാഹു അത് കബൂലാക്കൂല എന്നുള്ളത് അടിസ്ഥാന പ്രഖ്യാപനമാണ് ദീനിന്റെ. മുജാഹിദ് പ്ലാറ്റ്ഫോമുകൾക്കുള്ളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങൾ ശിർക്കിലാണെന്നും നിങ്ങൾ മുശ്രിക്കുകളാണെന്നും നിങ്ങളിൽ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരുണ്ടെന്നും ഒക്കെ പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതുകൊണ്ട് അത് ശിർക്ക് തന്നെയാണ് എന്ന വ്യാഖ്യാനം വന്നപ്പോൾ സംഭവിച്ചതെന്താ? KM മൗലവി ഔട്ട്. സർക്കുലർ പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ KM മൗലവിയുടെ ഖബറിലേക്ക്. ഒരു പക്ഷേ ഇനി പോയി കൂടായികയുമില്ല. അതിനൊരു നിവാരണം വരുത്തുന്നു എന്ന രൂപത്തിൽ രഹസ്യമായി അദ്ദേഹം നടത്തിയ വിഷ്ടമല്ലാത്ത മുഴുവൻ മുജാഹിദുകളും അവർ ശിർക്കിന്റെ ആളുകളാണ് എന്ന് വാദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം. അതുകൊണ്ട് ഈ ആരോപണം വല്ലാത്ത ഗൗരവമുള്ള ആരോപണമായി മാറി എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശിർക്ക് ആരോപണവും ഖുർആൻ ദുർവ്യാഖ്യാന ആരോപണവും. ഇവിടെ CD ടവർ കേന്ദ്രീകരിച്ചും മർക്കസ് ദാവ കേന്ദ്രീകരിച്ചും ഉള്ള ആളുകൾ അതൊന്നും പരിഗണിക്കാതെ ഈ വിഷയത്തിൽ വീണ്ടും ശിർക്കാരോപണങ്ങളുമായി തന്നെ നടക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷനെയും അതിൻ്റെ പ്രവർത്തകന്മാരെയും പണ്ഡിതന്മാരെയും ഒക്കെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് പുറത്താക്കിയ സമയത്ത് മക്ക മുശ്രിക്കുകളെക്കാൾ കഷ്ടമായ ശിർക്കിലാണ് നമ്മൾ. നാവിനെ സൂക്ഷിച്ചോളൂ അനസ് മൗലവി. തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകനായി മലക്കില്ലാതെ ഒരു വാക്കും നിങ്ങൾ ഉദ്ധരിക്കുന്നില്ല. എല്ലാം അള്ളാഹുവിന്റെ രേഖയിലുണ്ടാകും. ഞാൻ പറയാത്തത് എന്റെ പേരിൽ ആരോപിച്ച്, എന്റെ പേരിൽ ശിർക്ക് ആരോപിച്ച് നിങ്ങൾക്ക് താൽക്കാലികമായി സംഘടനാ സംവിധാനങ്ങളും സൗകര്യങ്ങളും കിട്ടിയേക്കാം. അതുവഴി മുഖാമുഖങ്ങളിൽ പോലും ഇവിടുത്തെ സുന്നി വ്യക്തികൾക്ക് മുന്നിൽ പോലും ഇവിടുത്തെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരുടെ മുന്നിൽ തൗഹീദ് സ്ഥാപിക്കാൻ പോയിട്ട് ശിർക്കിൽ ആപതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല, പ്രാർത്ഥിച്ചാലേ ശിർക്കാവുകയുള്ളൂ എന്ന് പരസ്യമായി അവരുടെ മുന്നിൽ പറയുന്നിടത്തേക്കാണ് എത്തുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. വ്യഭിചാരത്തെക്കാളും ഗൗരവമുള്ള ശിക്ഷ, വ്യഭിചാരത്തെക്കാളും വലിയ പാതകമല്ലേ ശിർക്ക് എന്ന് പറയുന്നത്? ഒരാൾ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ മുശ്രിക്ക്, അയാൾ കാഫിർ, അയാൾക്ക് പിന്നെ നരകം നിർബന്ധമായി, സ്വർഗം അയാൾക്ക് ഹറാമായി, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പാടില്ല. ആ നിലക്കുള്ള ഒരു മഹാപാതകം ഒരാളെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ ഇപ്പൊ അടുത്ത വർഷം വരുമ്പോഴേക്ക് നമുക്ക് മെമ്പർഷിപ്പിനെ കിട്ടുമോ അല്ലാഹു അഅലം. കിട്ടിയിട്ടില്ലെങ്കിലും പരാതിയൊന്നുമില്ല. പക്ഷേ നമ്മൾ ശിർക്കിക്ക് പോയി എന്ന് പരാതിരുന്നാൽ മതി എന്നതാണ് ഒരേ ഒരു ആവശ്യം. അതിനപ്പുറം ഒരു ആവശ്യം നമുക്കില്ല. അപ്പൊ അല്ലാത്തവർക്ക് അബൗദിക കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. ഇപ്പൊ ജിന്നിന് അബൗദിക കഴിവുണ്ടെന്ന് ആര് വിശ്വസിക്കുന്നു? ഈ കോക്കസിന്റെ കൂടെയുള്ളവരും വിശ്വസിക്കുന്നു. ആരാപ്പ ശിർക്കിലേക്ക് പോയത്? നമ്മളാ. എപിക്കും ടിപിക്കുമെതിരിൽ മർക്കസുദ്ദാവ വിഭാഗം ശിർക്കാരോപിച്ചപ്പോൾ ശിർക്കിലേക്ക് പോകുമോ എന്ന് അങ്ങേയറ്റം ഭയപ്പെടുന്ന ഈ ഉള്ളവനെ കുറിച്ച് പോലും ശിർക്കിന്റെ വാഹനായി, ശിർക്കിന്റെ പ്രചാരകനായി മുദ്ര കുത്തിക്കൊണ്ട് പേര് വെച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ ഒരു നോട്ടീസ്
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങുകയുണ്ടായി. ഇതാണ് ആ ഒരു നോട്ടീസ്. ശിർക്കിലേക്ക് കുതറിച്ചാടുന്നവരെ തൗഹീദിലേക്ക് തിരിച്ചു വരുമെന്ന ഒരു ഹെഡിങ്ങിൽ എന്റെ പേര് വെച്ചുകൊണ്ട് ഞാൻ ശിർക്കിലേക്ക് ആളെ കൂട്ടുന്നു, ഞാൻ ശിർക്ക് പ്രചരിപ്പിക്കുന്നു, ശിർക്കിന്റെ പ്രചാരനായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിലധികം സ്ഥലത്ത് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു നോട്ടീസ് ഈ പ്രദേശങ്ങളിൽ ഇറങ്ങുകയും ഈ സദസ്സിൽ തന്നെ ഇരിക്കുന്ന പല ആളുകളും ഒരുപക്ഷെ ആത്മാർത്ഥത കൊണ്ടായിരിക്കാം ഇത് ഈ നാടുകളിൽ പലർക്കുമായി വിതരണം ചെയ്യുകയും ചെയ്തു. ശിർക്ക് പോലെ ഗൗരവമാണ് ശിർക്ക് ആരോപണം. അവൻ ശിർക്കാൻ ചെയ്യുന്നതാണ്, അയാൾ മുസ്ലിക്കാണ്, ഇയാൾ മുസ്ലിക്കാണ്, അവൻ കാഫിറാണ്, അവൻ ശിർക്കിന്റെ ആളാണ് എന്ന് ഒരാളെ പറ്റി ആരോപിക്കുന്നത് നബി തങ്ങൾ പറഞ്ഞു, രണ്ടിൽ ഒരാളിലേക്ക് അത് മടങ്ങാതിരിക്കില്ല. പറഞ്ഞവൻ അതില്ലെങ്കിൽ ആരോപിച്ചവനിലേക്ക് തിരിച്ചു വരുമെന്നാണ്. അതുകൊണ്ട് തന്നെ എന്താ ശിർക്ക് എന്ന് പഠിക്കണം. തീർന്നില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം അത് ശിർക്കാണ്. മുവഹിദിന്റെ മനസ്സ് വേദനിക്കും ശിർക്ക് ചെയ്യാത്തവനെ മുശ്രിക്കാക്കിയാൽ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരു മുവഹിദിനെ മുശ്രിക്കാക്കുന്നതും ഒരു മുശ്രിക്കിനെ മുവഹിദാക്കുന്നതും രണ്ടും ഗൗരവമായ കാര്യമായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒരാൾ മുശ്രിക്കാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. അയാളുടെ മുഴുവൻ അമലുകളും പൊളിഞ്ഞുപോയി. അതുവരെ അയാൾ ചെയ്ത സേവനങ്ങൾ പൊളിഞ്ഞുപോയി. അതുവരെ അയാൾ ചെയ്ത നിസ്കാരം പൊളിഞ്ഞുപോയി. അയാൾ നരകാവകാശിയായി, ഒരിക്കലും പൊറുക്കാത്ത പാപത്തിന്റെ ഉടമയായി അയാൾ മാറി എന്നതാണ്. അതെ, അവന്റെ മനസ്സെങ്ങാനും വേദനിച്ചാൽ ശിർക്കിന്റെ തരിമ്പവന്റെ മനസ്സിലില്ലെങ്കിൽ അത് നമ്മളിലേക്ക് മടങ്ങി വരുമെന്ന തിരിച്ചറിവ് ഈ ഘട്ടത്തിൽ നമുക്കുണ്ടാവണം. വളരെ തെറ്റായ ഒരു സമീപനത്തിലേക്ക് പോയപ്പോൾ ഇവര് എത്തിപ്പെട്ട തലം ഏതാണ് എന്നത് ഇനി നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി അതിലേക്കാണ് പ്രവേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശിർക്ക് ആരോപിക്കുന്ന വ്യക്തിയിലേക്ക് ശിർക്ക് തിരിച്ചു വരുമെന്നത് ഖവാരിജിയാക്കളുടെ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് സൂചന നൽകിക്കൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന് വേണ്ടി ജീവിക്കും, ഖുർആന്റെ പ്രകാശം അവന്റെ മുഖത്തുണ്ടാകും, പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയി വിശ്വാസി സമൂഹത്തിന്റെ നേരെ ശിർക്ക് ആരോപിക്കും എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ നബി അല്ലാഹ്, അയ്യുഹുമ ഔലാ ബിശ്ശിർക്കി അൽ മർമിയു അമിർ റാമി? ശിർക്ക് ആരോപിച്ചവനാണോ അതല്ല ശിർക്ക് ആരോപിക്കപ്പെട്ടവനാണോ ശിർക്കിലേക്ക് ഏറ്റവും അടുത്തത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരോപിച്ചവനാണെന്ന് പറഞ്ഞ ആ ഹദീസ് കൂടി കേട്ടുകൊണ്ട് നമ്മൾ അടുത്തൊരു മേഖലയിലേക്ക് പോകുന്നു. മാത്രമല്ല, അങ്ങനെ ചില ആളുകൾ വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ അതഖവ്വഫു അലൈക്കും റജുലുൻ ഖറഅൽ ഖുർആന ഹത്താ ഇദാ റുഇയത് ബഹ്ജതുഹു അലൈഹി വകാന റിദഅൻ ലിൽ ഇസ്ലാം ഗയ്യറഹു ഇലാ മാ ഷാ അല്ലാഹ് ഫൻസലഖ മിൻഹു വനബദഹു വറാഅ ളഹ്രിഹി വസഅ അലാ ജാരിഹി ബിസ്സൈഫി വറമാഹു ബിശ്ശിർക്ക്. ചില ആളുകൾ വരാനുണ്ട്, അവർ ഖുർആൻ ഓതുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും, ഇസ്ലാമിൻ്റെ മുന്നണി പോരാളികളായി അവർ മാറും. എന്നാൽ പിന്നീട് അവർ അതിൽ നിന്ന് വ്യതിചലിക്കുകയും സ്വന്തം അയൽവാസിയായ മുസ്ലിമിൻ്റെ നേർക്ക് അവർ ആയുധമേന്തുകയും അവർ ഷിർക്കിലാണ്, അവർ മുശ്രിക്കുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നവർ ആരോപിക്കുകയും ചെയ്യും എന്നാണ്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, യാ നബി അല്ലാഹ്, അയ്യുഹുമാ ഔലാ ബിശ്ശിർക്ക്? ഇവരിൽ രണ്ടു കൂട്ടരിൽ ആരാണ് യഥാർത്ഥത്തിൽ ഷിർക്കിനോട് അടുത്ത് നിൽക്കുന്നത്? അൽ മർമിയു അമിർ റാമി? ആരോപിച്ചവരാണോ ആരോപിക്കപ്പെട്ടവരാണോ? ഖാല ബലിർ റാമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ആരോപിച്ചത് അവരാണ് ഷിർക്കിലേക്ക് അടുത്ത് നിൽക്കുന്നത്. കാരണം അവർ ഈമാനിനെയാണ് തള്ളിക്കളയുന്നത്. ശുദ്ധ മുവഹിദുകളുടെ മേലാണ് അവർ ഷിർക്ക് ആരോപിക്കുന്നത്. അപ്പോൾ ഈമാനിനെ അവർ നിഷേധിക്കുക വഴി ഷിർക്കിലേക്ക് അവർ അടുത്ത് നിൽക്കുന്നു. തൗഹീദിനെ ശരിയായി മനസ്സിലാക്കാതിരിക്കുക വഴി അവരാണ് യഥാർത്ഥത്തിൽ കുഫറിലേക്കും ഷിർക്കിലേക്കും അടുത്ത് നിൽക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അതാണ്. മർക്കസു ദഅവക്കാരായ ആളുകൾ, അതേപോലെ തന്നെ KNMകാരായ ആളുകൾ, അവർ വിസ്ഡം വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നത് അവർ ഷിർക്കുൻ അക്ബർ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ വലിയ ഷിർക്കിലാണുള്ളത്. വലിയ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്.